നെക്സ്റ്റ് ടോപ്പിക്ക് ഡുവാലിറ്റി ഇൻ നോൺ കനോണിക്കൽ ടേബിൾസ്. നമ്മളൊരു മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ മിനിമൈസേഷൻ പ്രോബ്ലത്തിൽ നോൺ കനോണിക്കൽ കേസ് വരുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ജനറലി രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഒന്ന് അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾസ്, അൺകൺസ്ട്രെയിൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് വരിക, അതുപോലെ തന്നെ സീറോ സ്ലാക്ക് വേരിയബിൾ വരിക. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആ മാക്സിമൈസേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. മാക്സിമൈസേഷൻ്റെ കേസിലാണ് നമ്മളവിടെ എക്സാമ്പിളൊക്കെ പറഞ്ഞിരുന്നത്. മിനിമൈസേഷൻ ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് ചെയ്യേണ്ടതെന്നും അവിടെ എഴുതി വെച്ചിരുന്നു. ഓക്കെ, ഇനി ഇതൊരു ഡുവൽ പ്രോബ്ലത്തിലാണെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയേണ്ടത്. ഓക്കെ, ഡുവൽ ആകുമ്പോൾ അതിൽ മാക്സിമൈസേഷനും ആ ടേബിളോ നോക്കുകയാണെങ്കിൽ മാക്സിമൈസേഷനും മിനിമൈസേഷനും ഒന്നു തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടിൻ്റെ കാര്യം ചെയ്യേണ്ടി വരും. അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾസ് എന്തായിരുന്നു? അൺകൺസ്ട്രെയിൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് പറയുമ്പോൾ ആ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ വേരിയബിൾ അൺകൺസ്ട്രെയിൻഡ് ആണ്. ഇനി മിനിമൈസേഷൻ ആണെങ്കിൽ നമ്മൾ y1 y2 എക്സെട്ര ym അല്ലേ എടുത്തത്. അപ്പോൾ ഏതെങ്കിലും y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ലാസ്റ്റ് ഒരു നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻഡ് ആയിട്ട് തന്നിട്ടില്ലെങ്കിൽ എന്ത് പറയാം? ആ വേരിയബിൾ അൺകൺസ്ട്രെയിൻഡ് ആണെന്ന് പറയാം. അതുപോലെ സീറോ സ്ലാക്ക് വേരിയബിൾസ് എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുക? ഏതെങ്കിലും ഒരു മെയിൻ കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ രൂപത്തിൽ വരികയാണെങ്കിൽ അവിടെ സ്ലാക്ക് വേരിയബിൾ 0 ആയിരിക്കും. അങ്ങനെയാണ് സീറോ സ്ലാക്ക് വേരിയബിൾസ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ മുന്നേ ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൽ ഒരു LPPയിലൊക്കെ അങ്ങനത്തെ വേരിയബിൾസിനെ ഇല്ലാതാക്കിയിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്തത് അല്ലേ? അതായത് അങ്ങനെ അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾസ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് വരിക അല്ലെങ്കിൽ സീറോ സ്ലാക്ക് വേരിയബിൾസ് വരിക ചെയ്യുകയാണെങ്കിൽ ആ ടേബിളിൽ കുറേ ചേഞ്ചസ് വരുത്തി അതിനൊരു നോർമൽ കനോണിക്കൽ പ്രോബ്ലത്തിൻ്റെ ടേബിളിൻ്റെ ഫോമൊക്കെ കൊണ്ടും എന്നിട്ട് സിംപ്ലക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഇവിടെ അതുപോലെ തന്നെ നോർമൽ ഡുവൽ സിംപ്ലക്സ് മെത്തേഡിൽ സോൾവ് ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ ആ ടേബിളിനെ കൊണ്ടും ഡുവൽ കനോണിക്കൽ ടേബിളിൻ്റെ ഫോമൊക്കെ കൊണ്ടും എന്നിട്ട് സിംപ്ലക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യും. അവിടെ എന്തൊക്കെ ചെയ്തിരുന്നത്? അൺകൺസ്ട്രെയിൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാക്സിമൈസേഷൻ്റെ കേസിലുണ്ടെങ്കിൽ അതിനെ ആ സ്ലാക്ക് വേരിയബിൾസിൻ്റെ പൊസിഷനൊക്കെ കൊണ്ടും പിന്നെ ആ റോ ഡിലീറ്റ് ആക്കും, എന്നിട്ട് ആ ഇക്വേഷനെ ഫയൽ ചെയ്യും, അതൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ സീറോ സ്ലാക്ക് വേരിയബിൾസ് ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമൈസേഷനാണ് എക്സാമ്പിളായിട്ട് അധികം ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് അത് വെച്ച് പറയണത്. മിനിമൈസേഷൻ ആണെങ്കിൽ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ്സ് ചെയ്യേണ്ടി വരും. അത് നമ്മൾ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സീറോ സ്ലാക്ക് വേരിയബിൾ ഉണ്ടെങ്കിൽ മാക്സിമൈസേഷൻ്റെ കേസിൽ അത് റൈറ്റ് സൈഡിലാണ് വന്നിരുന്നത്, അതിനെ മുകൾക്ക് കൊണ്ടും അപ്പർ സൈഡിലേക്ക് കൊണ്ടും എന്നിട്ട് അതിൻ്റെ ആ കോളം ഡിലീറ്റ് ചെയ്യും. കാരണം ആ സീറോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായി വന്നു കഴിഞ്ഞാൽ ആ കോളം കൊണ്ട് ഉപകാരമൊന്നുമില്ല. 0 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ കോളം ഡിലീറ്റ് ചെയ്തിരുന്നത് എന്നിട്ട് ഒരു നോർമൽ സിംപ്ലക്സ് ടേബിളോ അല്ലെങ്കിൽ ഒരു ടക്കർ ടേബിളോൻ്റെ രൂപത്തിൽ കൊടുത്തിട്ടാണ് സോൾവ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു മാറ്റം മാത്രമേ ഉള്ളൂ, മാക്സിമൈസേഷനും മിനിമൈസേഷനും ഒപ്പം ചെയ്യും, അത്രേ ഉള്ളൂ. നോക്കാം. എ ഡുവൽ നോൺ കനോണിക്കൽ ടേബിളോ ഈസ് എ നോൺ കനോണിക്കൽ ടേബിളോ ഓഫ് ദി ഫോം. ഇങ്ങനെ വരാം. ഡുവൽ ടേബിളോ ആണെങ്കിൽ തന്നെ അതിൽ മാക്സിമൈസേഷൻ്റെ കേസിലുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടാകും. അതാണ് ഇവിടെ x1 എക്സെട്ര xj പ്ലസ് 1 എക്സെട്ര xn എന്ന് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മാക്സിമൈസേഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്ലാക്ക് വേരിയബിൾസ് ഇവിടെ കുറച്ച് 0 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് തന്നെ അൺകൺസ്ട്രെയിൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് വരണമെന്നൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ ഇത്ര കൊടുത്തുന്നുള്ളൂ. ചിലപ്പോൾ ഇടയിലായിരിക്കും അൺകൺസ്ട്രെയിൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വരുന്നത്, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? ചിലപ്പോൾ ഒരു x3 x4 ഒക്കെ ആയിരിക്കും അൺകൺസ്ട്രെയിൻഡ് ആയിട്ട് വരുന്നത്. അതുപോലെ ഇവിടെ സ്ലാക്ക് വേരിയബിൾസ് ചിലപ്പോൾ ലാസ്റ്റിക്കായിരിക്കും 0 വരുന്നത്. അതായത് ലാസ്റ്റിൽ രണ്ട് മെയിൻ കൺസ്ട്രെയിൻസ് ഇക്വേഷനായി തന്നു കഴിഞ്ഞാൽ അവിടെ 0 സ്ലാക്ക് വരിക ലാസ്റ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മാക്സിമൈസേഷൻ്റെ കേസിലുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഇവിടെ x1 മുതൽ xj വരെയുള്ളത് അൺകൺസ്ട്രെയിൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ തന്നിട്ടുണ്ടാവില്ല പ്രോബ്ലത്തിൽ. അതുപോലെ ഫസ്റ്റത്തിന് 0 സ്ലാക്ക് വേരിയബിൾസ് തന്നിട്ടുണ്ട്. ഒരു ti വരെയുള്ളത് 0 അല്ലേ, ti പ്ലസ് 1 എക്സെട്ര tm വരെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു i എണ്ണം 0 ആയിട്ട് തന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് i കൺസ്ട്രെയിൻസ് വരുന്നുണ്ടാവുക ഇക്വേഷൻസ് ആയിട്ടായിരിക്കും അല്ലേ മാക്സിമൈസേഷൻ്റെ കേസിൽ. ഇനി മിനിമൈസേഷൻ പ്രോബ്ലത്തിനും തന്നിട്ടുണ്ട് എന്ത്? അവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് y1 y2 എക്സെട്ര y പ്ലസ് 1 എക്സെട്ര ym ആണ്. y1 മുതൽ y വരെയുള്ളത് അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾസ് ആണ്. അതായത് ആ നോൺ നെഗറ്റീവ് കണ്ടീഷന് y1 മുതൽ y വരെയുള്ള വേരിയബിൾസിന് തന്നിട്ടുണ്ടാവില്ല.
അതുപോലെ 0 സ്ലാക്ക് വേരിയബിൾസ് തന്നിട്ടുണ്ട്. ഒരു ജെ വേരിയബിൾസ് 0 ആയിട്ടാണ് തന്നിട്ടുള്ളത് സ്ലാക്ക് വേരിയബിൾസ്. നമുക്കറിയാം മിനിമൈസേഷൻ ആകുമ്പോൾ നമ്മളിവിടെ നെഗറ്റീവ് കൊടുക്കാറില്ല. S1 S2 എക്സെട്ര SN ആണ് എഴുതാറുള്ളത്. അത് നോട്ട് ചെയ്യണേ. മാക്സിമൈസേഷൻ ആകുമ്പോഴാണ് നമ്മൾ സ്ലാക്ക് വേരിയബിൾസിന് നെഗറ്റീവ് ചേർത്ത് എഴുതാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ കനോണിക്കൽ ഫോമൊക്കെ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിട്ടുള്ള സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്തിട്ട് എഴുതിയില്ലേ, അതിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അതൊക്കെ ശ്രദ്ധിക്കണം എപ്പോഴും. നെഗറ്റീവ് ഇവിടെ ഇല്ലല്ലോ എന്നൊന്നും ചിന്തിക്കരുത്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ വന്നിട്ടുണ്ടാവുക മിനിമൈസേഷൻ്റെ കേസിൽ ഫസ്റ്റ് ജെ കൺസ്ട്രെയിൻസ് ഇക്വേഷൻ ആയിട്ട് വന്നിട്ടുണ്ടാവും. അതാണ് ഫസ്റ്റ് ജെ എണ്ണം 0 ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമിലായിരിക്കും ഒരു ഡുവൽ നോൺ കനോണിക്കൽ LPPൻ്റെ ടേബിൾ ഉണ്ടാവുക. ഇതിപ്പോൾ ഫസ്റ്റിലൊന്നും വരണമെന്നില്ല, ഇടയിൽ ഓരോന്നൊക്കെ ആവാം, ചിലപ്പോൾ ഒന്ന് മാത്രമാവാം, അങ്ങനെയൊക്കെ വരാം. അതുപോലെ 0യും എവിടെയും ഓരോടത്തോ രണ്ടോടത്തോ അങ്ങനെയൊക്കെ വരാം. Note, in the above table, we can see that each unconstrained independent variable in the maximization LPP corresponds to an equation of constraint. പിന്നെ ഇവിടെ ഒരു ചേഞ്ച്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ x1 x2 എക്സെട്ര xj അൺകൺസ്ട്രെയിൻഡ് ആയി വന്നിട്ടുണ്ടെങ്കിൽ നേരെ വരുന്ന സ്ലാക്ക് വേരിയബിൾസ് ഉണ്ടല്ലോ, അതായത് മാക്സിമൈസേഷൻ്റെ കേസിലാണ് ഈ x1 x2 എക്സെട്ര xj വരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പിന്നെ S1 S2 എക്സെട്ര SJ എന്നുള്ളത് മിനിമൈസേഷൻ്റെ സ്ലാക്ക് വേരിയബിൾസ് ആണ്. അത് 0 ആയിരിക്കും. അതായത് x1 x2 എക്സെട്ര xj അൺകൺസ്ട്രെയിൻഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ S1 S2 എക്സെട്ര SJ എന്നുള്ളത് 0 ആയിരിക്കും. നേരെ തിരിച്ച് y1 y2 എക്സെട്ര yi എന്നുള്ളത് അൺകൺസ്ട്രെയിൻഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന T1 T2 എക്സെട്ര Ti എന്നുള്ളത് 0 ആയിരിക്കും. ഇനി ഈ ഓർഡർ തന്നെ വേണമെന്നില്ല. അതിനിപ്പോൾ ഒരു yi+1 മാത്രം വരികയാണെങ്കിൽ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് Ti+1 0 ആയിരിക്കും. അങ്ങനെ ആണ് ഡുവൽ പ്രോബ്ലത്തിൽ വരിക. ഓക്കെ, ഇൻ ദി above table we can see that each unconstrained independent variable in the maximization LPP corresponds to an equation of constraint. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അൺകൺസ്ട്രെയിൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇൻ മാക്സിമൈസേഷൻ LPP ഏതാ വരിക? x1 മുതൽ xj വരെ അല്ലേ? മാക്സിമൈസേഷൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് മുകളിൽ കിടക്കുന്നതാണ്. അൺകൺസ്ട്രെയിൻഡ് ആകുമ്പോൾ നമ്മൾ ഈ സർക്കിൾ യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്തത്. ഇപ്പോൾ x1 x2 എക്സെട്ര xj ആണ് ഇവിടുത്തെ അൺകൺസ്ട്രെയിൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. അത് കറസ്പോണ്ട്സ് ടു ആൻ ഇക്വേഷൻ കൺസ്ട്രെയിൻഡ് ഇൻ ദി ഡുവൽ മിനിമൈസേഷൻ LPP. അതായത് ഇവിടെ =0 വന്നിട്ടില്ലേ ജെ വരെയുള്ളത്, അതായത് S1 S2 എക്സെട്ര SJ എന്നുള്ളത് 0 ആണ്. അവിടെ ഫസ്റ്റ് ജെ കൺസ്ട്രെയിൻസ് ഇക്വേഷൻ ആയിരിക്കും. ഇതിപ്പോൾ മിനിമൈസേഷൻ നോക്കുകയാണെങ്കിൽ A11 y1 പ്ലസ് A21 y2 എക്സെട്ര AI1 yn ഇങ്ങനെ വരും. അതുപോലെ ഇവിടെ A1j y1 എക്സെട്ര Aij yi ഇങ്ങനെ വരും. അപ്പോൾ =0 എന്ന് വരിക. അത് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷനാണ് വരിക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷനാണ് വരിക. അപ്പോൾ മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൽ അൺകൺസ്ട്രെയിൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്ലാക്ക് വേരിയബിൾസ് മിനിമൈസേഷനിൽ 0 ആയിരിക്കും. അതായത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കൺസ്ട്രെയിൻസ് മിനിമൈസേഷൻ്റെ കേസിൽ ഇക്വേഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. corresponds to an equation of constraint in the dual minimization LPP. And each unconstrained independent variable in the minimization LPP. ഇവിടുത്തെ മിനിമൈസേഷൻ LPPയിലെ അൺകൺസ്ട്രെയിൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഏതൊക്കെ? y1 y2 എക്സെട്ര yi. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന T1 T2 എക്സെട്ര Ti 0 ആണ്. അതായത് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മാക്സിമൈസേഷനിലെ കൺസ്ട്രെയിൻസ് ഇക്വേഷൻ ആയിരിക്കും. =0 എപ്പോഴാണ് വരിക? ഈ കൺസ്ട്രെയിൻസ് ഇക്വേഷൻ ആകുമ്പോഴാണ് സ്ലാക്ക് 0 വരിക. അപ്പോൾ y1 y2 എക്സെട്ര yi അൺകൺസ്ട്രെയിൻഡ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്ലാക്ക് വേരിയബിൾസ് ഇൻ മാക്സിമൈസേഷൻ 0 ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈച്ച് അൺകൺസ്ട്രെയിൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇൻ മിനിമൈസേഷൻ LPP correspond to an equation of constraint in the dual maximization LPP. ഇതിപ്പോൾ ഒരു ഇക്വേഷൻ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. These unconstrained variables and 0 slack variables lie opposite each other in the table. മനസ്സിലാവുമല്ലോ, ഓപ്പോസിറ്റ് സൈഡിലാണ് കിടക്കുക. അപ്പോൾ x1ന് കറസ്പോണ്ടിങ് ആയിട്ട് 0 സ്ലാക്ക് വേരിയബിൾസ്, അതുപോലെ എക്സെട്ര xj 0. ഇവിടെ y1ന് കറസ്പോണ്ടിങ് ആയിട്ട് 0 എക്സെട്ര yiക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0 വന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലാണ് കിടക്കുന്നത്.
ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കുക. ഇവിടെയൊക്കെ ജസ്റ്റ് എക്സാമ്പിൾ കൂടി പറയുകയാണ് ചെയ്യണത് കേട്ടോ, അല്ലാതെ തിയററ്റിക്കലി അതെങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്ന് പറയണില്ല. എക്സാമ്പിൾ കൂടി പറയാം. നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സാധാരണ ഒരു ഡുവൽ പ്രോബ്ലത്തിൽ നമ്മൾ നോൺ കനോണിക്കൽ കേസ് ഡീൽ ചെയ്തു, അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ മിനിമൈസേഷനും കൂടി ഒപ്പം ഉണ്ടാവും. അതായത് മാക്സിമൈസേഷനും മിനിമൈസേഷനും ഒന്നിച്ച് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഡുവൽ നോൺ കനോണിക്കൽ LPPൻ്റെ ഒരു ടേബിളോ തന്നിട്ടുണ്ട്. സ്ലാക്ക് വേരിയബിൾസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് മാക്സിമൈസേഷൻ്റെ x1 x2 x3 ആണ്. മിനിമൈസേഷൻ്റെ നോക്കുകയാണെങ്കിൽ y1 y2 y3 ആണ്. ഇവിടെ x1ഉം x2ഉം അൺകൺസ്ട്രെയിൻഡ് ആണ്, അതുകൊണ്ടാണ് അത് സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് തന്നത്. അതുപോലെ മിനിമൈസേഷൻ്റെ കേസിൽ y1 അൺകൺസ്ട്രെയിൻഡ് ആണ്. പിന്നെ ഇത് ഈക്വൽ ടു 0 തന്നുകൊണ്ട് നമുക്ക് എന്ത് പറയാം? മിനിമൈസേഷനിലെ ഫസ്റ്റ് രണ്ട് കൺസ്ട്രെയിൻസും ഇക്വേഷനാണ്. ഇവിടെ ഈക്വൽ ടു 0 തന്നുകൊണ്ട് എന്ത് പറയാം? മാക്സിമൈസേഷൻ്റെ ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷനാണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബ്ലം എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞാൻ ഇവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. കറസ്പോണ്ടിങ് മാക്സിമൈസേഷൻ പ്രോബ്ലം ഈസ്, അതായത് സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്യണതിൻ്റെ മുന്നേ ഉള്ള പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. മാക്സിമൈസ് f(x1 x2 x3) രണ്ടാമത് ഈക്വൽ ടു ലാസ്റ്റ് എഴുതിയിട്ടുള്ളതെന്നുള്ളൂ. f(x1 x2 x3) ഈക്വൽ ടു x1 മൈനസ് x2 പ്ലസ് 3x3. എങ്ങനെ കിട്ടി? x1 1 ഇൻറ്റു x1 മൈനസ് 1 ഇൻറ്റു x2 പ്ലസ് 3 ഇൻറ്റു x3. അതാണ് x1 മൈനസ് x2 പ്ലസ് 3x3. 3 വേരിയബിൾസ് അല്ലേ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് x1 x2 x3 ആണ്. അതുകൊണ്ടാണ് f(x1 x2 x3) എന്ന് എഴുതിയത്. f(x1 x2 x3) ഈക്വൽ ടു x1 മൈനസ് x2 പ്ലസ് 3x3. സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ് എങ്ങനെ വരാം? 1x1 മൈനസ് x2 പ്ലസ് 2x3 മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് ഡയറക്റ്റ് എന്താണ് നോക്കാം. അതായത് സാധാരണ പ്രോബ്ലത്തിൽ ഇതൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് എഴുതുകയാണെങ്കിൽ ഇത് സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്ത ശേഷമുള്ള പ്രോബ്ലമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് b1 b2 എക്സെട്ര bm എന്നുള്ള വേരിയബിൾസാണ് വരിക അല്ലേ. അപ്പോൾ മാക്സിമൈസേഷൻ്റെ കേസിലാണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് കൺസ്ട്രെയിൻസിൽ വരിക എന്നറിയാം. ഇവിടെ 0 സ്ലാക്ക് വേരിയബിൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കൺസ്ട്രെയിൻറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവില്ല, ഈക്വൽ ടു എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ എന്താ വരിക? ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ് ഇവിടെ ഈക്വൽ ടു 0 ആണ് വന്നിട്ടുള്ളത്. സോ x1 മൈനസ് x2 പ്ലസ് 2x3 ഈക്വൽ ടു 1 ഈക്വൽ ടു b1 എന്നുള്ള രൂപത്തിലാണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു b1 എന്നാണ് എഴുതേണ്ടത്. ഇവിടെ ഒരു സ്ലാക്ക് വേരിയബിൾ ഉണ്ടെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു b1 എന്ന് എഴുതും. നെക്സ്റ്റ് അതാണ് ഇവിടെ ഫസ്റ്റത്തെ എഴുതിയിട്ടുള്ളത്. x1 മൈനസ് x2 പ്ലസ് 2x3 ഈക്വൽ ടു 1. അതുപോലെ അടുത്തത് 2x1 പ്ലസ് 0x2 പ്ലസ് 2x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ വേരിയബിൾ വന്നതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. പിന്നെ 0 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താ ഉണ്ടാവുക? 2x1 പ്ലസ് 2x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. അടുത്തത് ഇതുപോലെ 0x1 പ്ലസ് 1x2 മൈനസ് x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. 0x1 എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? x2 മൈനസ് x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1. ഇവിടെ x1ഉം x2 അൺകൺസ്ട്രെയിൻഡ് ആണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, x3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാക്സിമൈസേഷൻ പ്രോബ്ലം വരിക. ഇനി മിനിമൈസേഷൻ പ്രോബ്ലം എഴുതുകയാണെങ്കിൽ ഇവിടെ 3 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്, y1 y2 y3. മിനിമൈസ് g ഓഫ് y1 y2 y3. ഫംഗ്ഷൻ എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? 1y1 മൈനസ് y2 മൈനസ് y3 അല്ലേ, y1 മൈനസ് y2 മൈനസ് y3. സബ്ജക്റ്റ് ടു ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ് y1 പ്ലസ് 2y2 പ്ലസ് 0y3 ഈക്വൽ ടു ആണ് വരിക. കാരണം ഇവിടെ 0 ആണുള്ളത്. ഈക്വൽ ടു 1 എന്നാണ് വരിക. 0y3 എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താ ഉണ്ടാവുക? y1 പ്ലസ് 2y2 ഈക്വൽ ടു 1. അടുത്തത് മൈനസ് y1 പ്ലസ് 0y2 പ്ലസ് y3 ഈക്വൽ ടു -1. ഇവിടെയും 0 ആണ്. അപ്പോൾ നമ്മൾ ഈക്വൽ ടു ആണ് എഴുതേണ്ടത്, ഈക്വൽ ടു -1. അല്ലെങ്കിൽ നമ്മൾ എന്താണ് മിനിമൈസേഷൻ്റെ കേസിലാകുമ്പോൾ കൺസ്ട്രെയിൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് എഴുതുക. 0 സ്ലാക്ക് വേരിയബിൾ വന്നതുകൊണ്ട് ഈക്വൽ ടു എന്ന് എഴുതും. അപ്പോൾ -y1 പ്ലസ് y3 ഈക്വൽ ടു -1. അടുത്തത് 2y1 പ്ലസ് 2y2 മൈനസ് y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. കാരണം ഇവിടെ ഒരു സ്ലാക്ക് വേരിയബിൾ വന്നിട്ടുണ്ട്. സോ നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കണം. 2y1 പ്ലസ് 2y2 മൈനസ് y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. പിന്നെ ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ നോക്കുകയാണെങ്കിൽ y1 മാത്രമാണ് അൺകൺസ്ട്രെയിൻഡ് ആയിട്ടുള്ളത്. സോ y2 y3
ആണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കൊടുക്കണം. y2 y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് മാക്സിമൈസേഷനും മിനിമൈസേഷനും പ്രോബ്ലം വരിക. Here we have to apply the techniques used for non-canonical tableau to solve this dual non-canonical problem. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോൺ കനോണിക്കൽ ടാബ്ലോ എങ്ങനെ സോൾവ് ചെയ്യുക, ആ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇതും സോൾവ് ചെയ്യേണ്ടത്. പക്ഷേ മാക്സിമൈസേഷൻ്റെയും മിനിമൈസേഷൻ്റെയും മെത്തേഡ് ഒപ്പം അപ്ലൈ ചെയ്യേണ്ടി വരും. ഇവിടെ പിന്നെ എഴുതിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് അൺകൺസ്ട്രെയിൻഡ് എന്ന് പറയേണ്ടതെന്നാണ്. പ്രോബ്ലം അൺകൺസ്ട്രെയിൻഡ് ആണ്, അതുപോലെ 0 സ്ലാക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ദ പ്രോബ്ലം ഈസ് അൺകൺസ്ട്രെയിൻഡ് ബിക്കോസ് ഓഫ് ദി അൺകൺസ്ട്രെയിൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ x1 x2 ആൻഡ് y1. x1 x2 y1 എന്നുള്ള വേരിയബിൾസ് അൺകൺസ്ട്രെയിൻഡ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം അൺകൺസ്ട്രെയിൻഡ് ആണെന്ന് പറയാം. ആൻഡ് 0 സ്ലാക്ക് വേരിയബിൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രോബ്ലം ഈസ് അൺകൺസ്ട്രെയിൻഡ് എഴുതുന്ന പകരം നോൺ കനോണിക്കൽ എഴുതട്ടോ. ദി പ്രോബ്ലം ഈസ് നോൺ കനോണിക്കൽ ബിക്കോസ് ഓഫ്, കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. അൺകൺസ്ട്രെയിൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും വരുന്നുണ്ട്, 0 സ്ലാക്ക് വേരിയബിളും വരുന്നുണ്ട്, അങ്ങനെയാണ് പറയേണ്ടത്. സോ അങ്ങനെ എഴുതാം. ദി പ്രോബ്ലം ഈസ് നോൺ കനോണിക്കൽ ബിക്കോസ് ഓഫ് ദി അൺകൺസ്ട്രെയിൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ബ്രാക്കറ്റിൽ x1 x2 ആൻഡ് y1 ആൻഡ് 0 സ്ലാക്ക് വേരിയബിൾസ്. 0 സ്ലാക്ക് വേരിയബിൾസ് ഏതൊക്കെ ഇക്വേഷൻസ് ഒന്നാണ് വരുന്നതെന്ന് ഞാൻ സൈഡിൽ ആ പ്രോബ്ലം എന്താ എഴുതിയല്ലോ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് 0 സ്ലാക്ക് വേരിയബിൾസ് ഫ്രം ദ ഇക്വേഷൻ കോൺസ്റ്റൻസ്, ഇവിടെ ബ്രാക്കറ്റ് വേണ്ട, x1 മൈനസ് x2 പ്ലസ് 2x3 ഈക്വൽ ടു 1, y1 പ്ലസ് 2y2 ഈക്വൽ ടു 1, അതുപോലെ മൈനസ് y1 പ്ലസ് y3 ഈക്വൽ ടു -1. ഇത്ര ഇക്വേഷൻ കോൺസ്റ്റൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് നമുക്ക് ആ പ്രോബ്ലം ആ ഡുവൽ LPP നോൺ കനോണിക്കലാണെന്ന് പറയാം. ഇവിടെ എഴുതുക ഈസ് നോൺ കനോണിക്കൽ ബിക്കോസ് ഓഫ്, ഈ ബ്രാക്കറ്റ് വേണ്ട. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയേണ്ടത്. ഫസ്റ്റ് വി ഹാവ് ടു പൈവോട്ട് അൺകൺസ്ട്രെയിൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ x1 ചേഞ്ച് ചെയ്യണം. എങ്ങോട്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്? മാക്സിമൈസേഷൻ്റെ കേസിലാവുമ്പോൾ റൈറ്റ് സൈഡേക്ക് അല്ലെങ്കിൽ ഡൗൺ എന്ന് പറഞ്ഞിരുന്നു. ഇൻ ദ മാക്സിമൈസേഷൻ പ്രോബ്ലം ഡൗൺ ടു ഈസ്റ്റ് അല്ലേ, അങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നു. വി ഹാവ് ടു പൈവോട്ട് അൺകൺസ്ട്രെയിൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ x1 ഇൻ ദി മാക്സിമൈസേഷൻ പ്രോബ്ലം ഡൗൺ ടു ഈസ്റ്റ്. അതായത് x1 ഇവിടെയാണ്, അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, ഡൗൺ ടു ഈസ്റ്റ് ഈ പൊസിഷനിലേക്ക് കൊണ്ടുവരണം. പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ വേറെ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്, മിനിമൈസേഷൻ്റെ കാര്യം. രണ്ടും ഒപ്പം ചെയ്യേണ്ടതാണ്. സൈമൾട്ടേനിയസ്ലി y1 ഇൻ ദി മിനിമം പ്രോബ്ലം. x1 മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് y1 നമ്മൾ മിനിമൈസേഷൻ്റെ കേസിൽ ചേഞ്ച് ചെയ്യണം. y1 ഇൻ ദി മിനിമം പ്രോബ്ലം, y1 എങ്ങോട്ടാണ് ചേഞ്ച് ചെയ്യണത്? ഡൗൺ ടു സൗത്ത് ഈ പൊസിഷനിക്ക്. x1 ഇങ്ങോട്ട് കൊണ്ടുവരിക, y1 ഈ താഴേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവണ രീതി പറയുകയാണെങ്കിൽ നിങ്ങൾ ഈസ്റ്റും വെസ്റ്റും ഒക്കെ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. അത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, x1 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക, y1 ഡൗൺ പൊസിഷനിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ ദി സ്ലാക്ക് വേരിയബിൾ 0 അപ് ടു നോർത്ത്. ഓക്കെ, മാക്സിമൈസേഷൻ്റെ കേസിലുള്ള സ്ലാക്ക് വേരിയബിൾസിന് അപ്പർ സൈഡിൽ കൊണ്ടുവരണം, അപ് ടു നോർത്ത് സൈഡിലേക്ക് കൊണ്ടുവരാം, ഈ പൊസിഷനിലേക്ക് കൊണ്ടുവരാം. അതുപോലെ ഇവിടുത്തെ സ്ലാക്ക് വേരിയബിൾസിനെ എങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും? ഇങ്ങോട്ട് കൊണ്ടുവരണം. കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിയിട്ടുണ്ട് അപ് ടു വെസ്റ്റ് ഇൻ മിനിമൈസേഷൻ പ്രോബ്ലം. ഈ വെസ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം, ഈ സൈഡിലേക്കാണ് ഇവിടുത്തെ 0 സ്ലാക്കിനെ കൊണ്ടുവരേണ്ടത്. മാക്സിമൈസേഷൻ ആകുമ്പോൾ 0 അപ്പർ സൈഡിൽ കൊണ്ടുവരാം, മിനിമൈസേഷൻ ആകുമ്പോൾ ഈ ഇതിൻ്റെ താഴെ കിടക്കുന്ന 0 ഈ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അതാണ് ചെയ്യേണ്ടത്. പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടി വരും? വി മസ്റ്റ് ഡിലീറ്റ് ദി കറസ്പോണ്ടിങ് റോസ്. അതായത് ഇപ്പോൾ നമ്മൾ x1 ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ റോ ഡിലീറ്റ് ചെയ്ത് ഒരു ഇക്വേഷൻ ഫയൽ ചെയ്യാറുണ്ട്. അതുപോലെ മിനിമത്തിൻ്റെ കേസിൽ നമ്മളിവിടെ ചെയ്തിരുന്നില്ല, പക്ഷേ എന്താ ചെയ്യേണ്ടത് പറഞ്ഞിരുന്നു. y1 ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് കോളായിരിക്കും നമുക്ക് ഡിലീറ്റ് ചെയ്ത് അതിൻ്റെ ഇക്വേഷൻ ആയിരിക്കും ഫയൽ ചെയ്യേണ്ടി ഉണ്ടാവുക. അതുപോലെ മാക്സിമൈസേഷൻ കേസിൽ 0 ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ 0ൻ്റെ കോളം ഡിലീറ്റ് ചെയ്തിരുന്നു, പിന്നെ അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു എഫക്റ്റും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ മിനിമൈസേഷൻ്റെ കേസിലാകുമ്പോൾ ഈ 0 ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റോ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതൊക്കെയാണ് ചെയ്യേണ്ടത്.
ഇതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. വി മസ്റ്റ് ഡിലീറ്റ് ദി കറസ്പോണ്ടിങ് റോസ് ആൻഡ് കോളംസ് ആൻഡ് ഫയൽ ദി കറസ്പോണ്ടിങ് ഇക്വേഷൻസ്. ഏതൊക്കെ ഇക്വേഷന് ഫയൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാം. We can accomplish all of these at the same time by choosing the correct pivot a11 equal to 1. അപ്പോൾ നമുക്ക് പൈവോട്ട് എൻട്രി എന്താണ് ചൂസ് ചെയ്യേണ്ടത് നോക്കാം. സാധാരണ നമ്മൾ ഇപ്പോൾ ഇത്രേ ഉള്ളൂ വിചാരിക്കുക, ഇവിടെ x1 ഇവിടെ 0 ഒന്ന് വിചാരിക്കുക. ഈ മിനിമൈസേഷൻ്റെ കാര്യമില്ല, അതായത് ഇത് ട്രൂവൽ പ്രോബ്ലം അല്ല, ജസ്റ്റ് ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൻ്റെ ടേബിൾ ആണെന്ന് കരുതുക. അതായത് നോൺ കനോണിക്കൽ ടേബിൾ ഓഫ് എ മാക്സിമൈസേഷൻ പ്രോബ്ലം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്, ഈ x1 ഇനി ഇങ്ങോട്ട് കൊണ്ടുപോകണം, 0 ഇങ്ങോട്ട് കൊണ്ടുപോകാൻ വേണം. അപ്പോൾ ഈ 1 ചൂസ് ചെയ്യാണ് ചെയ്തിരുന്നത് അല്ലേ. അതുതന്നെ ഇവിടെ ചെയ്താൽ മതി, കാരണം ഇവിടെ y1ൻ്റെ കാര്യം അതിലൂടെ ശരിയാവും. y1 ഇങ്ങോട്ട് വരും, 0 ഇങ്ങോട്ട് പോകും, പറയാമല്ലോ. പൈവോട്ട് എൻട്രി നമ്മൾ ഏത് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വേരിയബിൾസ് ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ മാക്സിമൈസേഷൻ്റെ കേസിലാണെങ്കിൽ x1 ഇങ്ങോട്ട് പോകും, 0 ഇങ്ങോട്ടേക്ക് വരും. അതുപോലെ മിനിമൈസേഷൻ്റെ കേസിലാണെങ്കിൽ y1 ഇവിടെ വരും, 0 പുറത്തേക്ക് വരും. അപ്പോൾ ഈ a11 ഈക്വൽ ടു 1 എന്നുള്ളതിനാണ് നമ്മൾ പൈവോട്ട് എൻട്രി ആയിട്ട് ചൂസ് ചെയ്തത്. കാരണം അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമൈസേഷനിലും മിനിമൈസേഷൻ്റെയും പ്രോബ്ലം ഒന്നിച്ച് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമൈസേഷൻ്റെ കേസിൽ എന്താണെന്നുള്ളതാണ് മാക്സ് എന്നിട്ട് എഴുതിയിട്ടുള്ളത്. മിനിമൈസേഷൻ്റെ കേസിൽ എന്താണ് ചെയ്യണമെന്നാണ് മിനിമം എന്നിട്ട് എഴുതിയിട്ടുള്ളത്. മാക്സി പൈവോട്ട് x1 ഡോട്ട്, അതായത് x1നെ ഈ ഡൗൺ പൊസിഷനിലേക്ക് കൊണ്ടുവരാം. പൈവോട്ട് 0 അപ്പ്, പൈവോട്ട് x1 ഡൗൺ, പൈവോട്ട് 0 അപ്പാണ് മാക്സിമൈസേഷൻ്റെ കേസിൽ ചെയ്യണത്. അതുപോലെ മിനിമൈസേഷൻ്റെ കേസിലാണെങ്കിൽ പൈവോട്ട് y1 ഡൗൺ, പൈവോട്ട് 0 അപ്പ്. y1നെ താഴേക്ക് കൊണ്ട് ഈ 0നെ കറസ്പോണ്ടിങ് ആയിട്ട് ഇതന്നെ ചൂസ് ചെയ്യണം, കാരണം നമ്മൾ ഈ വേരിയബിളാണല്ലോ പൈവോട്ട് എൻട്രി ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്, ഈ എൻട്രി ആണല്ലോ പൈവോട്ട് ചൂസ് ചെയ്തത്. അപ്പോൾ ഈ 0 ഇങ്ങോട്ട് പോകും, y1 ഇങ്ങോട്ട് വരും. പൈവോട്ട് y1 ഡൗൺ, പൈവോട്ട് 0 അപ്പാണ് മിനിമൈസേഷൻ്റെ കേസിൽ വരുന്നത്. അത് ജസ്റ്റ് ഈ ആരോൻ്റെ താഴെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യേണ്ടത്, പൈവോട്ട് എൻട്രി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൈവോട്ടിങ്ങിൻ്റെ സ്റ്റെപ്സ് അറിയാമല്ലോ, ആ കാര്യങ്ങൾ ചെയ്യാം. വേരിയബിൾസ് ജസ്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്തു. x1 ഇവിടെ എത്തി, 0 ഇങ്ങോട്ട് വന്നു, അതെ 0. ഇവിടെ മൈനസ് അവിടെ തന്നെ നിൽക്കും, ആ സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ x1നെ എഴുതാം. അതുപോലെ ഇവിടെ 0 ഇങ്ങോട്ട് പോയി, y1 ഇങ്ങോട്ട് വന്നു, y1 0. പിന്നെ എന്ത് ചെയ്യേണ്ടത്, പി എന്നുള്ള എൻട്രിയാണ് നമ്മൾ പൈവോട്ട് എൻട്രിക്ക് നൊട്ടേഷൻ കൊടുക്കാറുള്ളത്. പീനെ 1/p കൊണ്ട് റീപ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 1 ആയതുകൊണ്ട് ജസ്റ്റ് 1 തന്നെ വരും. പിന്നെ അതേ റോയിലുള്ള എലമെൻസിനൊക്കെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 ആയതുകൊണ്ട് തന്നെ അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല, -1 2 1 എന്ന് തന്നെ വരും. സെയിം കോളത്തിലുള്ള എലമെൻസിനൊക്കെ -1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ -2 0 -1 ആയി മാറും. പിന്നെ ബാക്കിയുള്ള എൻട്രീസൊക്കെ എസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ PS - QR/P കൊണ്ട് റീപ്ലേസ് ചെയ്യാണ് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ എസ് ആയിട്ട് ചൂസ് ചെയ്യാൻ ഏതൊക്കെ ഉണ്ടാവും, എസ് 2 -2 -3 1 -1 -1 0 1 -1, ഇത്രയും 9 എൻട്രീസ് എസ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാണ്ടാവും. പി എന്നുള്ളത് 1 ആണ്. അപ്പോൾ ഒരു 1-2 എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചൂസ് ചെയ്യേണ്ട രീതി നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെ എഴുതേണ്ടതെന്ന്, അതുകൊണ്ട് ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നോക്കാം. എസ് ഈക്വൽ ടു A22, ഇതാണല്ലോ ഫസ്റ്റ് എലമെൻറ്റ് എസ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. എസ് ഈക്വൽ ടു A22 എന്നുള്ള പൊസിഷനിൽ, ദാറ്റ് ഈസ് എസ് ഇതിലാണല്ലോ നോക്കേണ്ടത്. എസ് ഈക്വൽ ടു A22 ഈക്വൽ ടു 0 ഇതാണെങ്കിൽ ഈ എലമെൻറ്റ്സ് ഒക്കെ കേട്ടോ എസ് ഞാൻ ഇതിലാണ് പറഞ്ഞത്. എസ് ആയിട്ട് വരുന്നത് 0 2 -1 1 -1 -1 -1 3 0, ഇത്രയും വേരിയബിൾസാണ് എസ് ആയിട്ട് വരുന്നുണ്ടാവുക. എസ് A22 എന്നുള്ള പൊസിഷനിലുള്ള 0 ആണെങ്കിൽ ക്യൂ എന്താ വരിക, ക്യൂ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്തതാണ്, പീൻ്റെ സെയിം റോയിലും എസിൻ്റെ കോളത്തിലും വരുന്ന എലമെൻ്റ് ആയിട്ടാണ് ക്യൂവിനെ ചൂസ് ചെയ്തിരുന്നത്. പീൻ്റെ റോ എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് റോ വരും, എസിൻ്റെ കോളം എസ് ആയിട്ട് നമ്മൾ ഈ 0 ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ എസിൻ്റെ കോളം എന്ന് പറയുമ്പോൾ ഇത് വരും. കോമൺ എലമെൻ്റ് ഏതാ, -1, ദാറ്റ് ഈസ് ക്യൂ എന്നുള്ളത് -1 ആണ് ചൂസ് ചെയ്യേണ്ടത്. ഇതുപോലെ 6 എന്നുള്ളത് എങ്ങനെ ചൂസ് ചെയ്തിരുന്നത്, പീൻ്റെ കോളത്തിലും എസിൻ്റെ റോയിലും വരുന്ന എലമെൻറ്റ്. പീൻ്റെ കോളം എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് കോളം വരും, എസിൻ്റെ റോ സെക്കൻഡ് റോ. കോമൺ എലമെൻ്റ് ഏതാ, 2 ആണ് അല്ലേ. അപ്പോൾ R = 2. PS - QR/P ചെയ്യുക. P1 ആണ്, S 0, Q -1 R 2. PS - QR/P ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. അപ്പോൾ നമ്മൾ ആ 0നെ റീപ്ലേസ് ചെയ്തിട്ട് 2 എഴുതണം. ഇതുപോലെ നെക്സ്റ്റ് എലമെൻറ്റ് 2 എന്നുള്ളത് എസ് ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ S = A23 എന്നുള്ള പൊസിഷനിലാണ് കിടക്കുന്നത്. S = A23 = 2 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ Q എന്ത് കിട്ടും,
പിൻ്റെ സെയിം റോയിലും എസിൻ്റെ സെയിം കോളത്തിലും വരുന്ന എലമെൻറ്റ് പറഞ്ഞാൽ 2 വരിക, Q = 2. അതുപോലെ 6 ആകുമ്പോൾ പിൻ്റെ കോളത്തിലും എസിൻ്റെ റോയിലും വരുന്ന എലമെൻറ്റ് പറയുമ്പോൾ അതും 2 വരും. ഇവിടെ PS - QR/P ചെയ്ത് കഴിഞ്ഞാൽ -2 കിട്ടും. സോ ഈ 2നെ നമ്മൾ -2 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. ഇതുപോലെ തന്നെ ഈ -1 1 -1 -1 -1 3 0 ഇതിനൊക്കെ PS - QR/P വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതി കിട്ടും. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായാലും ചെയ്തിരുന്നത് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തത്, അതായത് x1 x2 എന്നുള്ളതൊക്കെ അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾസാണ് അല്ലേ. x1 x2 ഒക്കെ അൺകൺസ്ട്രെയിൻഡ് വേരിയബിൾസാണ്. അതിനെ ഈ സൈഡിൽ കൊണ്ടാണ് ചെയ്യണത്. അപ്പോൾ ഈ സൈഡിലേക്ക് കൊടുന്ന ശേഷം ആ റോ ഡിലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ ഫയൽ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ x1നെ കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ നോക്കുക, അതിനെ ഫയൽ ചെയ്യുക. എന്നിട്ട് ആ റോ ഡിലീറ്റ് ചെയ്യുക. x1ൻ്റെ ഇക്വേഷൻ ഫയൽ ചെയ്തിട്ട് ആ റോ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇക്വേഷൻ എന്താ വരിക? 0 1. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. -x2 + 2x3 -1 അല്ലേ. -1 × 1 വരും. -1 = -x1. അപ്പോൾ അതാണ് എഴുതിയിട്ടുള്ളത്. ഫയൽ ദി ഇക്വേഷൻ -x2 + 2x3 -1 = -x1. ഡിലീറ്റ് x1 റോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ x1 റോ ഡിലീറ്റ് ആക്കണം. പിന്നെ മാക്സിമൈസേഷൻ കേസിൽ ഒരു കാര്യം കൂടി നോക്കാണ്ട് നമുക്ക് 0 അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ 0 കോളം കൊണ്ട് ഇനി ഉപകാരമൊന്നുമില്ല. കാരണം 0 × എന്നാണ് ഓരോ എലമെൻറ്റിനും വരിക. അപ്പോൾ ആ 0 കോളം ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ മാക്സിമൈസേഷൻ്റെ കേസിൽ തന്നെ ഒന്നും കൂടി എഴുതണം, ഡിലീറ്റ് 0 കോളം. അപ്പോൾ നമ്മൾ x1 റോയിലുള്ള ഇക്വേഷനെ ഫയൽ ചെയ്തു, എന്നിട്ട് x1 റോ ഡിലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ 0 കോളം ഡിലീറ്റ് ചെയ്തു മാക്സിമൈസേഷൻ്റെ കേസിൽ. ഇതുപോലെ മിനിമൈസേഷൻ്റെ കേസിലാണെങ്കിൽ എന്താ വരിക? ഇതിൻ്റെ y1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ഫയൽ ചെയ്തിട്ട് ആ റോ ആ കോളാണ് ഡിലീറ്റ് ആക്കേണ്ടി വരിക. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ എന്താ വരിക? ഇവിടെ 0 × 1 അത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത എന്താ? -2y2 + 0y3. അപ്പോൾ -2y2 = ഇവിടെ -1 ഉണ്ടാവും കേട്ടോ. ഇവിടെ -1 അത് ചേരുമ്പോൾ 1 എന്ന് വരിക. -2y2 + 1 = y1. ഈ ഇക്വേഷൻ വരിക -2y2. ഇവിടെ 0 ആയതുകൊണ്ട് ഉണ്ടാവില്ല. -2y2 + 1 ഇവിടുത്തെ -1 ചേർന്നിട്ട് +1 ആവും, = y1. ആ ഇക്വേഷൻ ഫയൽ ചെയ്യുക. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഫയൽ -2y2 + 1 = y1. എന്നിട്ട് എന്ത് ചെയ്യണം? ഡിലീറ്റ് y1 കോളം. ഇതുപോലെ തന്നെ ഈ മിനിമൈസേഷൻ കേസിൽ ഒരു 0 റോ വന്നിട്ടുണ്ട്. സോ ഈ 0നെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഈ റോനെ ഒഴിവാക്കാം. ഡിലീറ്റ് 0 റോ. മിനിമൈസേഷൻ കേസിൽ y1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ഫയൽ ചെയ്തു, ആ കോളം ഡിലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ 0 റോയും ഡിലീറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത് അത് തന്നെയാണ് പോകണം. ഇവിടെ മാക്സിമൈസേഷൻ്റെ കേസിൽ നമ്മൾ x1 റോ ഡിലീറ്റ് ആയി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0ൻ്റെ ആ കാര്യം അവിടെ പോയി. മിനിമൈസേഷൻ്റെ കേസിൽ 0 റോ ഡിലീറ്റ് ചെയ്യുക പറഞ്ഞത് അവിടെ പോയി കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മാക്സിമൈസേഷൻ്റെ കേസിൽ 0 കോളം ഡിലീറ്റ് ചെയ്യുക പറഞ്ഞിരുന്നു. അത് y1 കോളം ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നതിനും തുല്യം തന്നെയാണ്. അപ്പോൾ പോണതൊക്കെ ഒരു സാധനം തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 എണ്ണം നമ്മൾ ഡിലീറ്റ് ആക്കിയിട്ടുള്ളൂ, ഈ റോയും ഈ കോളം അല്ലേ. പറയുമ്പോൾ ഒരു 4 എണ്ണം ഉണ്ട്, പക്ഷേ 2 എണ്ണം ഇത് സെയിം ആയിട്ട് വന്നതുകൊണ്ട് ഈ കോളം ഈ റോ ആണ് നമ്മൾ ഡിലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഡിലീറ്റ് ആക്കിയ ശേഷം ബാക്കി വരുന്ന ടേബിളാണ് ഈ എഴുതിയിട്ടുള്ളത്.